ഓങ്കോളജി ഡോക്ടറാണ് എഴുതി തന്നത്. കാരണം ഞങ്ങൾ അവിടെയാണ് പോയത്. ഈ ടെസ്റ്റെല്ലാം എടുത്തതിന് ശേഷം അതിന്റെ റിസൾട്ടായിട്ട് വന്ന് നോക്കി. അതിനുശേഷം അത് കൂടിക്കൊണ്ടിരുന്നു. ബ്ലഡ് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ്. ആ ടെസ്റ്റ് ചെയ്യാൻ 19,000 ആവും. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഒരു ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. നമുക്ക് ചോദിക്കാം എന്ത് ക്യാൻസർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും ഇങ്ങോട്ട് വരാനുണ്ടായ കാരണമൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. സർ നമസ്കാരം. പേര്? നമസ്കാരം, എന്റെ പേര് യാക്കോബ് റെഡ്ഡി. ഓക്കെ, എവിടെ നിന്നാ വരുന്നത്? സുബയ്യ കോളേജിൽ നിന്ന്. എത്ര വയസ്സുണ്ട്? വയസ്സ് 68. ഓക്കെ. എനിക്ക് 2022 ഫെബ്രുവരിയിൽ നോർമലായിട്ട് വന്നതാ. ഉടനെ ഡോക്ടറെ അടുത്തേക്ക് പോയി. അവര് ഇഞ്ചക്ഷനൊക്കെ തന്നിട്ടും കുറഞ്ഞില്ല. അതിനുശേഷം ഓർത്തോ കെയറിലേക്ക് പോയി. അവിടെ പോയിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ 1 മാസം കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ കൂടി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവര് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. എനിക്ക് 2017 ബൈപ്പാസ് സർജറി നടന്നിരുന്നു. 2022 മാർച്ച് ആയപ്പോ വീണ്ടും ഒരു സ്റ്റെന്റ് ഇടണമെന്ന് അവര് പറഞ്ഞു. അങ്ങനെ വീണ്ടും സ്റ്റെന്റ് ഇട്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർക്ക് ഡൗട്ട് വന്ന് ക്യാൻസർ ആണോ ബ്ലഡ് ക്യാൻസർ ആണോ എന്നറിയാനുള്ള ടെസ്റ്റിന് എഴുതി തന്നു. ആ എഴുതി തന്ന ടെസ്റ്റ് ഓങ്കോളജി ഡോക്ടറെ കാണണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കണ്ട്. അവിടെ പോയി കണ്ടപ്പോൾ അവർ വേറെ ടെസ്റ്റിന് എഴുതി തന്നു. ആ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പണം വാങ്ങിയത് 32,000 രൂപ. അതിനുശേഷം അതിന്റെ ടെസ്റ്റ് റിസൾട്ടും വന്നു. അത് രണ്ടും നോക്കി നിങ്ങൾക്ക് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അതെ, ബ്ലഡ് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ്. അങ്ങനെ എന്നോട് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നു. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നല്ല ഫുഡ്സ് എല്ലാം കഴിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഓക്കെ. ഇനി പെട്ടെന്ന് വലുതായാൽ ഇമ്മീഡിയറ്റ് ആയി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് മെഡിസിൻ കഴിക്കണമെന്നാ പറഞ്ഞത്. ഡെയിലി യൂട്യൂബിൽ ഇതിനെപ്പറ്റി ഞാൻ പിന്നെയും നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കഷായമൊക്കെ കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞു. ലാസ്റ്റ് എന്നടുത്ത് 14,000 രൂപയായി. ഒരു 8 മാസത്തിനുള്ളിൽ 14,000 രൂപ ചെലവായി അവിടെ. അതിനുശേഷം ടോട്ടലായി ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡൊക്കെ മാറ്റി. അങ്ങനെ ഫുഡൊക്കെ മാറ്റി 14,000 രൂപ വരെയായി. ശരി, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദനകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നതും പെട്ടെന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തു. 19,000 ആയി. ഇത് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഗണേശൻ ഡോക്ടർ ഇല്ലേ, അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ നവംബർ 10-ാം തീയതി ആയിരുന്നു. ഉടനെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് അവിടെ പറഞ്ഞു. എന്തെങ്കിലും ഒരു വേദന വരികയോ അല്ലെങ്കിൽ വല്ല പനി വരികയോ ചുമ വരികയോ ചെയ്താല് ഉടനെ ഡോക്ടറെ കാണണമെന്ന് അവര് പറഞ്ഞു. ഒന്നും അങ്ങോട്ട് മാറ്റിവെക്കാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ചുറ്റുമുള്ള ആയുർവേദ ആശുപത്രികളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് അവിടെ ഒന്നും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ സാറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഡെയിലി യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു. ഡെയിലി കാണുമായിരുന്നു. ഒരു 6 മാസത്തോളം കണ്ട്. ശരി, അവസാനം സാറിന്റെ അടുത്ത് വന്ന് നോക്കാന്ന് കരുതി. ഇനിയും മാറ്റമില്ലെങ്കിൽ വിട്ടുകളയാന്ന് അങ്ങോട്ട് കരുതി. അങ്ങനെയാണ് എന്റെ അച്ഛൻ ഭാസ്കര റെഡ്ഡി ആയിട്ട് ഇവിടെ എത്തിയത്. നമ്മുടെ ഇവിടെ ഡയറ്റീഷ്യൻ ഉണ്ട്. അവർ പറഞ്ഞ പോലെ ഫോളോ ചെയ്തോളൂ. ശരി, ഡോക്ടറെ കണ്ടിട്ട് റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ശരി.